പാർവതി പരമേശ്വര കുടുംബത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞാൽ അവിടെ 2 കുട്ടികളാണുള്ളത്. ഒരാൾ വളരെ സുന്ദരനും മറ്റൊരാൾ ആനയുടെ തലയൊക്കെ ആയിട്ടാണ് ഒരാൾ ഇരിക്കുന്നത് അല്ലേ? ആ സുന്ദരനായിട്ടുള്ള ഭഗവാനെ, മുരുക ഭഗവാനെ ഗുരു ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അർക്കബിംബമൊരാരുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കടക്കരവങ്ങളും വിളി തുമ്പയും അല്ലേ? അപ്പോൾ ഭഗവാന്റെ കേശാദിപാദം മുതൽ അല്ലെങ്കിൽ പാദാദികേശം വരെയും വളരെ ഭംഗിയായിട്ട് ഇവിടെ ഗുരു കാട്ടിത്തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആയിൽ തുടങ്ങി, ആ ആയിൽ തുടങ്ങി ഈയിൽ വന്നു അല്ലേ? അർക്കബിംബം, ആറുവാർമതി, പിന്നെന്താണ് ഈ കൂട്ടി? എന്താണ്? ഇന്ദുബിംബം, പിന്നെ ഈശ, നിൻപവിഴം, അങ്ങനെ പോവല്ലേ? അതെ, ഈ ക്രമത്തിൽ പോവുകയാണ്. അവസാനം വരുമ്പോൾ എന്താ പറയുന്നത്? അവസാനം വരുമ്പോൾ കായിലെത്തുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, കഷ്ടമി കലിയിൽ കിടന്നുഴലുന്നതൊക്കെയുമങ്ങ് സന്തുഷ്ടനായി സുഖമോടു കണ്ടു രസിച്ചിരിക്കുക യോഗ്യമോ? ഞാനിവിടെ കിടന്ന് ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് അതവിടെ ഇരുന്നുകൊണ്ട് രസിച്ചുകൊണ്ട് സുഖത്തോടുകൂടി ഇരുന്നുകൊണ്ട് കാണുവാണോ ഇതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എവിടെയാണോ ഒരു ഗുരുഭക്തൻ ഇരിക്കുന്നത്, ആ ഗുരുഭക്തൻ്റെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുമാണോ ഉള്ളത്, ആ പ്രയാസങ്ങളൊക്കെ ഒരു ഈശ്വരൻ്റെ മുൻപിൽ അർപ്പിക്കുവാൻ ശ്രീനാരായണ ഗുരുദേവ കൃതികൾ കൊണ്ട് സാധിക്കും. ഭക്തമാനസൻ്റെ മനസ്സിന് തൃപ്തി നൽകുന്ന രീതിയിലായിരിക്കും പ്രാർത്ഥനാ ഗുരു അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനാപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇത്ര കണ്ട് പ്രാധാന്യം നൽകുന്ന മറ്റൊരു ഋഷീശ്വരനും ഭാരതത്തിൽ ഇന്നേ വരെ ജനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് എപ്പോഴും അല്ലേ, നമ്മുടെ ജനന മരണങ്ങൾക്കൊക്കെ അപ്പുറം നമുക്കൊരു മൃതസഞ്ജീവിനിയായി നമുക്ക് മൃതസഞ്ജീവിനിയായി നമ്മുടെ കൂടെ കൂട്ടാവുന്ന അമൃതമാണ് അല്ലെങ്കിൽ അമൃതാണ് ഈ വൈര്യങ്ങളുടെയൊക്കെ അതിൻ്റെയൊക്കെ വിലയ്ക്ക് അപ്പുറം വിലമതിക്കാനാവുന്ന ശ്രീനാരായണ ഗുരുദേവ സമ്പൂർണ്ണ കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ശ്രീനാരായണ ധർമ്മത്തിലൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും അവന് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്തേ മതിയാകൂ. അത് അമ്മമാരാണ് ചെയ്യേണ്ടത്. അമ്മമാരാണ് മക്കൾക്കിത് പറഞ്ഞു കൊടുക്കേണ്ടത്. മാതാപിതാക്കൾ എല്ലാവരും, അമ്മമാർ മാത്രമല്ല നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഇതിൽ പങ്കാളികളാവണം. കുട്ടികൾക്ക് എന്നും രാവിലെയും വൈകിട്ടും അവരെ ഇരുത്തി സന്ധ്യാനാമവും പ്രഭാത വന്ദനവും ഒക്കെ ചെയ്യിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ വളരെ സംസ്കാരപരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഇനി ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, ഒരു മൂർത്തിയെ ആരാധിക്കാൻ അധിക താല്പര്യമൊന്നുമില്ലാത്ത ആളുകൾക്കൊക്കെ പ്രാർത്ഥിക്കാനും ഗുരു ഗദ്യപ്രാർത്ഥന അടക്കമുള്ള ഗദ്യ രീതിയിലുള്ള പ്രാർത്ഥനാ കീർത്തനങ്ങളും ഇവിടെ പ്രാർത്ഥനകളും രചിച്ചു തന്നിട്ടുണ്ട്. ഗദ്യരൂപത്തിലുള്ള പ്രാർത്ഥനയും ഗുരു ഇവിടെ രചിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഇവിടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനും മനസ്സറിഞ്ഞ് വിശ്വസിക്കാനും ഒക്കെയുള്ള പ്രാർത്ഥന സമ്പ്രദായം ഇവിടെ ഗുരു ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഈ സമ്പ്രദായം ഒന്നും നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും ഇപ്പോൾ വേണ്ട. അതുകൊണ്ടാണ് ഓരോ കുട്ടികളും ഇന്ന് സമൂഹത്തിൻ്റെ ഓരോ മോശപ്പെട്ട വഴികളിലൂടെ നടന്നു പോകുന്നത്. ഗുരുവിനെ അറിയുന്ന അല്ലെങ്കിൽ ഗുരുപദത്തിൽ സഞ്ചരിക്കുന്ന ഗുരുധർമ്മം പ്രചരിപ്പിക്കുന്ന കുട്ടികളൊക്കെ തന്നെയും ഒരിക്കലും മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കില്ല. അവരെപ്പോഴും നന്മയുള്ളവരായിരിക്കും, നല്ലത് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുക, നല്ലത് പറയിപ്പിക്കുക, അതിനൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രീനാരായണ സമ്പൂർണ്ണ കീർത്തനങ്ങൾക്ക് ഇത്ര കണ്ട പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. അടുത്തത് പ്രാർത്ഥന പോലെ തന്നെ പരമ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അഗ്നിഹോത്രമൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു. അഗ്നിഹോത്രം എന്ന പേരിലുമൊക്കെ അറിയപ്പെടുന്ന ഹവനം അഥവാ ഹോമം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, നാരായണ ഗുരുദേവ സ്വാമി തൃപ്പാദങ്ങൾ അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് നമുക്ക് രചിച്ച് തന്നിരിക്കുന്ന ഒരു മന്ത്രമുണ്ട്, ഹോമമന്ത്രം. എത്ര പേർക്കറിയാം ഹോമമന്ത്രം? 100 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഹോമമന്ത്രം. 100 വർഷങ്ങളൊക്കെ കഴിഞ്ഞു.
ഭഗവാൻ ഈ 100 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് അരുൾ ചെയ്ത് തന്ന അല്ലെങ്കിൽ നമ്മെ പഠിപ്പിച്ചു തന്ന ഹോമമന്ത്രം ഇന്നും അറിയാൻ വയ്യാത്ത ആളുകളാണല്ലോ നമുക്ക് ചുറ്റുമുള്ളതെന്ന് ഓർക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. കാരണം ഒരു ഹോമമന്ത്രം പോലും നമുക്ക് കാണാതെ അറിയില്ലേ എന്ന് ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. അഗ്നിയെ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായി കണ്ടുകൊണ്ട് ഒരു ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ശിവഗിരിയിൽ പർണശാലയിൽ രാവിലെ 4 മണിയാകുമ്പോൾ ഹോമം ആരംഭിക്കും. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ചിന്താഗതിയോടുകൂടിയാണ് ആ ഹോമം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഹവനോ ഹോമോ ഒക്കെ നമുക്ക് ചെയ്യാം. 8 ഇഷ്ടികയുണ്ടെങ്കിൽ നമുക്കൊരു ഹോമകുണ്ഡം തയ്യാറാക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഹോമകുണ്ഡം അല്ലെങ്കിൽ ഹോമച്ചട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കല്യാണത്തിനൊക്കെ മുൻപ് ഞാൻ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റേതായ ചില മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കൊരു വലിയ പ്രയാസം അതിൽ നിന്നൊക്കെ ഒന്ന് മുക്തരായി വരുവാനായിട്ടൊക്കെ. പക്ഷെ നമുക്കത് വീണ്ടും തുടങ്ങണം. ആ സംസ്കാരത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തി മുതിർന്നവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഹോമമന്ത്രം നമ്മൾ ചൊല്ലി ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് പോലെ തന്നെയാണ് ആ ഹോമാഗ്നിയിലേക്ക് നമ്മൾ നമ്മുടെ വിഷമങ്ങളെല്ലാം സമർപ്പിക്കുന്നത്. നമുക്കറിയാം, ഹോമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്ന വസ്തുക്കളെ ഹവിസുക്കൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഹോമാഗ്നിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഹവിസുക്കൾ എന്ന് പറയുമ്പോൾ നെയ്യ്, എള്ള്, തേങ്ങാപ്പൂള് മുതലായവയായിരിക്കും. മറ്റ് വസ്തുക്കളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് നെയ്യ്, എള്ള് മുതലായ വസ്തുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ ഹോമമന്ത്രം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഓം അഗ്നേ തവ യത്തേജസ്ഥത് ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി അഹമിതി ആജ്യം ജുഹോമി ത്വംനഃ പ്രസീദ പ്രസീദ ശ്രേയച്ച പ്രയച്ച പ്രയച്ച സ്വാഹ. ഒരാൾ പോലും എൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലിയില്ല. കാരണം ചൊല്ലാൻ അറിയില്ല. അതാണ് കാരണം. അത് വളരെ മോശമല്ലേ? അല്ലേ? ഇത്രയും അർത്ഥങ്ങളുള്ള നമ്മളുടെ ബ്രഹ്മമാകുന്ന അഗ്നിയെ അതിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ സർവ്വ രോഗ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അഹം ഇതി ആജ്യം ജുഹോമി, ഞാൻ ആജ്യത്തിൻ്റെ രൂപത്തിൽ, ഞാൻ നെയ്യുടെ രൂപത്തിലേക്ക് എൻ്റെ അഹംഭാവത്തെ മുഴുവനും ഞാൻ ആ ഹോമകുണ്ഡത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭഗവാൻ ഇത്രയും നല്ലൊരു ഹോമമന്ത്രം തന്നിട്ട് ആ ഹോമമന്ത്രം ചൊല്ലാൻ പോലും അറിയാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഭഗവാന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെയാണത്. ഭഗവാന് ശിക്ഷയും അല്ലേ? അതാണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ ഗുരു നമ്മളെ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ സംരക്ഷിച്ചു പോന്നേക്കുന്നത്. ആ ഗുരുവിന് എന്താണ് നമ്മൾ മറുത്ത് നൽകുന്നത്? ഗുരുവിനെ പ്രസാദമായിട്ട് നമ്മൾ എന്താണ് നൽകുന്നത്? അവഹേളനം മാത്രമേ നൽകുന്നുള്ളൂ ഇന്നത്തെ സമൂഹം. അതിൽ കൂടുതൽ എന്താണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്? ഗുരുവിനെ അറിയുന്നുണ്ടോ? ഇല്ല. ഗുരു പദത്തിൽ ചരിക്കുന്നുണ്ടോ? ഇല്ല. ഗുരുധർമ്മം പ്രചരിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ട്, വിരലിൽ എണ്ണാവുന്ന കുറച്ച് കുട്ടികൾ മാത്രം. ബാക്കി ആർക്കും ഗുരുവിനെയും വേണ്ട, ഗുരുപ്രസ്ഥാനങ്ങളെയും വേണ്ട, ഗുരുധർമ്മവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, പൂജയും വേണ്ട, ഹോമവും വേണ്ട, ഒന്നും വേണ്ട. എല്ലാവരും ഈ കാലഘട്ടത്തിലാണ്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ഗുരുവിനോട് ചേർന്ന് തന്നെ നമ്മൾ നിൽക്കുക. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുകയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന മോക്ഷപ്രാപ്തിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.